പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെയുള്ള നമ്മുടെ ബൈബിൾ ക്യൂസ് യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സദൃശ്യവാക്യങ്ങളുടെ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നമ്മൾ ഇതിനോടകം പിന്നിട്ടു. ഇപ്പോൾ ഈ യാത്രയുടെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം. ഈ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്യൂസ് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ 1. ആർക്കു വേണ്ടി ജാമ്യം നിൽക്കരുതെന്നാണ് ശലോമോൻ പറയുന്നത്? ആൻസർ: കൂട്ടുകാരനു വേണ്ടി. സദൃശ്യവാക്യങ്ങൾ 6:1. ക്വസ്റ്റ്യൻ 2. ജാമ്യക്കാരനായാൽ സ്വയം എന്തു ചെയ്യണമെന്നാണ് ശലോമോൻ പറയുന്നത്? ആൻസർ: സ്വയം വിടുവിക്കാൻ താണു വീണു കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. സദൃശ്യവാക്യങ്ങൾ 6:3. ക്വസ്റ്റ്യൻ 3. മടിയനോട് ഏതു ജീവിയുടെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക എന്നാണ് ശലോമോൻ പറയുന്നത്? ആൻസർ: ഉറുമ്പ്. സദൃശ്യവാക്യങ്ങൾ 6:6. ക്വസ്റ്റ്യൻ 4. ഏതു ജീവിക്കാണ് നായകനും അധിപതിയും മേൽവിചാരകനും ഇല്ലാത്തത്? ആൻസർ: ഉറുമ്പിന്. സദൃശ്യവാക്യങ്ങൾ 6:7. ക്വസ്റ്റ്യൻ 5. ഉറുമ്പ് ഭക്ഷണം എപ്പോൾ ഒരുക്കി വയ്ക്കുന്നു? ആൻസർ: വേനൽക്കാലത്ത്. സദൃശ്യവാക്യങ്ങൾ 6:8. ക്വസ്റ്റ്യൻ 6. ഉറുമ്പ് എപ്പോഴാണ് തൻ്റെ തീൻ ശേഖരിക്കുന്നത്? ആൻസർ: കൊയ്ത്തുകാലത്ത്. സദൃശ്യവാക്യങ്ങൾ 6:8. ക്വസ്റ്റ്യൻ 7. കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടി കിടക്ക. അങ്ങനെ ചെയ്യുമ്പോൾ മടിയൻ്റെ ജീവിതത്തിൽ എന്തു വരും? ആൻസർ: ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. സദൃശ്യവാക്യങ്ങൾ 6:20-21 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ 8. വായുടെ വക്രതയോടെ നടക്കുന്നവൻ ആര്? ആൻസർ: നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ. സദൃശ്യവാക്യങ്ങൾ 6:12. ക്വസ്റ്റ്യൻ 9. എത്ര കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, എത്ര കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു? ആൻസർ: 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, 7 കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു. സദൃശ്യവാക്യങ്ങൾ 6:16. ക്വസ്റ്റ്യൻ 10. ആരുടെ സൗന്ദര്യത്തെയാണ് ഹൃദയത്തിൽ മോഹിക്കരുതെന്ന് പറയുന്നത്? ആൻസർ: പരസ്ത്രീയുടെ. സദൃശ്യവാക്യങ്ങൾ 6:25. ക്വസ്റ്റ്യൻ 11. ആര് നിമിത്തം പെറുക്കി തിന്നേണ്ടി വരുമെന്നാണ് ശലോമോൻ പറയുന്നത്? ആൻസർ: വേശ്യാസ്ത്രീ നിമിത്തം. സദൃശ്യവാക്യങ്ങൾ 6:26. ക്വസ്റ്റ്യൻ 12. ആരാണ് വിലയേറിയ ജീവനെ വേട്ടയാടുന്നത്? ആൻസർ: വ്യഭിചാരിണി. സദൃശ്യവാക്യങ്ങൾ 6:26. ക്വസ്റ്റ്യൻ 13. സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നവൻ ആര്? ആൻസർ: സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവൻ. സദൃശ്യവാക്യങ്ങൾ 6:32. ക്വസ്റ്റ്യൻ 14. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവൻ എന്താണ്? ആൻസർ: ബുദ്ധിഹീനൻ. സദൃശ്യവാക്യങ്ങൾ 6:32. ക്വസ്റ്റ്യൻ 15. പുരുഷന് ക്രോധഹേതുവാകുന്നത് എന്ത്? ആൻസർ: ജാരശങ്ക. സദൃശ്യവാക്യങ്ങൾ 6:34. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ദൈവവചനം പഠിക്കാം, അറിവ് വളർത്താം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.